ഇതൊക്കെ കൂടെ കുട്ടികൾ കാണുന്നുണ്ടോ? ഞാൻ ഇവിടെ ഡാൻസുകാരും ഉണ്ടെന്ന് പറഞ്ഞില്ല. അത് തന്നെ ആയിരിക്കും. ഞാനൊക്കെ അവരെ എതിരെയൊന്നും പോയതായിരുന്നു. നമസ്കാരം. നാട്യശ്രീ നൃത്തസംഗീത വിദ്യാലയം പന്തളം അതിൻ്റെ 38ാമത് വാർഷികാഘോഷമാണ് പരിപാവനമായ കണക്കാട് ഭദ്രകാളി ക്ഷേത്ര സന്നിധി നടക്കുന്നത്. അല്പം വൈകിയെങ്കിലും നമ്മളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരും സദസ്സിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി അരുന്ധതി കൃഷ്ണ ചെയ്യും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ആംഗികം ഭുവനം യസ്യ വാചികം സർവവാഗ്മയം ആഹാര്യം ചന്ദ്രതാരാദി തം നുമ സാത്വികം ശിവം തം നുമ സാത്വികം ശിവം. എണ്ണീച്ചിട്ട് ഇരിക്കുന്ന കാര്യം കസര പറഞ്ഞു പോകാൻ. ആ മതിയോ?
നമ്മളുടെ ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതാണ് എനിക്കുള്ള കർത്തവ്യം. നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന 2 വ്യക്തികൾ അസൗകര്യം അറിയിച്ചതിന് നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ അധ്യക്ഷൻ, 2 പേരും ജനസേവന ആയിട്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നിസ്സഹാവസ്ഥ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ സദയം സ്വീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് നമ്മൾ വെച്ചിരുന്നത് നമ്മുടെ രക്ഷാധികാരിയായ ടി മോഹൻ സാറാണ്. അദ്ദേഹത്തിന് എത്തിച്ചേരാനുള്ള രാവിലെ വന്നിരുന്നു, വന്ന സൗകര്യം അറിയിച്ചിട്ട് പോയി. അധ്യക്ഷതയിൽ അദ്ദേഹത്തിനുള്ള സ്വാഗതം ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്തായി നമുക്കറിയാം, നമ്മളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഗുരു നാട്യ വിശാരദ ശ്രീമതി അനുപമ മോഹൻ ടീച്ചറിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. എങ്കിലും എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നതിന് വേണ്ടി ഞാൻ ടീച്ചറിനെ ഈ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തായി നമുക്കിവിടെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിരുന്നത് ശ്രീ ചിറ്റേ ഗോകുമാർ അണ്ണനെ, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളുമായിട്ട് പോകേണ്ടതായിട്ട് വന്നതിനാൽ നമ്മളുടെ അടുത്തായി അസൗകര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും ആർട്ടിസ്റ്റുടെ പേരിലുള്ള ഹാർദമായ സ്വാഗതം ഞാൻ അറിയിക്കുകയാണ്. അടുത്തായിട്ട് നമ്മളിവിടെ സ്വാഗതം പറയേണ്ടത് നമ്മുടെ വനജ ടീച്ചറാണ്, ശ്രീമതി വനജ ടീച്ചർ. നമുക്ക് പ്രത്യേകിച്ച് ടീച്ചറിനെ കുറിച്ച് 12കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആതിര നാട്യ അക്കാദമിയിലെ ഡയറക്ടർ കൂടിയായ അധ്യാപിക ആണ്. നമുക്ക് ഇന്നിവിടെ നമ്മൾ നാട്യങ്ങളുടെ ഈ 38ാമത് വാർഷികാഘോഷത്തിൽ നമ്മളൊരു സ്നേഹ ആദരവ് ടീച്ചറിന് നൽകാൻ തീരുമാനിച്ചത് ടീച്ചറിനെ അറിയിച്ചു. ടീച്ചർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും സമയത്തിവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ടീച്ചറിന് നാട്യങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിച്ചുകൊള്ളു. അടുത്തായിട്ട് നമുക്കിവിടെ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണാണ് യു രമ്യ. ഇവിടെ തിരുവനന്തപുരത്തൊരു ഒരു പ്രോഗ്രാമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പോയതിനാൽ വരാൻ പറ്റില്ല എന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ സ്വാഗതം ആശംസിക്കേണ്ട ഒരു കടമയുണ്ടായിട്ട് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ വൈസ് ചെയർപേഴ്സണ് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമുക്ക് ശ്രീ KR രവിചേട്ടന് വർഷങ്ങളായിട്ട് നാട്യശ്രീയായിട്ടുള്ള അടുപ്പമുള്ളതാണ്. ടീച്ചറിൻ്റെ രവിചേട്ടൻ്റെ മകള് നാട്യശ്രീ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഹയർ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിക്കുന്നില്ല. പക്ഷേ നാട്യശ്രീയായിട്ട് വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും പന്തളത്ത് നാട്യശ്രീ തുടങ്ങുന്ന കാലം തൊട്ടേ തന്നെ പന്തളത്ത്
സജീവമാണ്. അതിന് മുമ്പ് നിരയാവരത്തുള്ള പരിപാടികളൊക്കെ തന്നെ നമ്മുടെ പരിപാടികളിലൊക്കെ രവിചേട്ടൻ മുൻപ് പങ്കെടുത്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ 38ാമത്തെ വാർഷികം നടക്കുന്ന ഒരു സമയത്ത് രവിചേട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് ഞങ്ങൾ വിളിച്ചു. നാട്ടിലെ ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഈ കലാസ്ഥാപനങ്ങളൊക്കെ പങ്കെടുപ്പിക്കുന്ന പരിപാടികളിൽ കലയുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് പങ്കെടുക്കാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് യാതൊരു തടസ്സവും പറഞ്ഞില്ല. രവിചേട്ടൻ സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തി നമ്മളോടൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നാട്ടിൻ്റെ പേരിലുള്ള സ്വാഗതവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തത് ശ്രീമതി ലസിത ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മളെ അറിയിച്ചിട്ടുമില്ല. വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. രവിചേട്ടൻ വാർഡ് കൗൺസിലറാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി ഞാൻ. നമ്മുടെ രവിചേട്ടൻ ഇവിടുത്തെ പന്തളം നഗരസഭ വാർഡ് കൗൺസിലറാണ്, അത് പറയാൻ മറന്നുപോയി. അതേപോലെ തന്നെ വാർഡ് കൗൺസിലറാണ് നമ്മുടെ ലസിത ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എത്തുന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ടീച്ചറിന് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് ശ്രീമതി പുഷ്പലത ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പേര് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പുഷ്പലത ഇവിടുത്തെ വാർഡ് 6ാമത്തെ പന്തളം നഗരസഭ 6ാം വാർഡ് കൗൺസിലറാണ്. എൻ്റെ കൂടെ പഠിച്ചാണ് പുഷ്പലതെങ്കിലും ഞാൻ ഫോൺ ചെയ്തിട്ട് പേരെന്തോ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പുഷ്പലത എന്നൊരു പേരിലല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നു. അത് വേറൊരു പേരാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെല്ലപ്പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് ചോദിച്ചു, ഇയാളുടെ പേരെന്തോ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ മറന്നുപോയി. കാരണം വിളിക്കുന്ന ഔദ്യോഗിക പേരും നോട്ടീസ് വെക്കുന്നത് വിളിക്കുന്ന ചെല്ലപ്പേരും നോട്ടീസ് വയ്ക്കുന്ന ഔദ്യോഗിക പേരും രണ്ടായതുകൊണ്ട് ഞാൻ പേരങ്ങോട്ട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എൻ്റെ ക്ലാസ്മേറ്റാണ്, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. അതും ഈ പറഞ്ഞതുകൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങോട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഡാൻസ് സ്കൂളിൽ നിൽക്കുന്ന വാർഡിലെ മെമ്പറുമാണ്. അപ്പോൾ നമ്മുടെ പുഷ്പലത ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ കൂടെ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ പുഷ്പലതയ്ക്ക് എനിക്ക് സ്വാഗതം പറയാൻ അവസരം കിട്ടിയതൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കൗൺസിലറായ ശ്രീമതി പുഷ്പലതയ്ക്ക് നാട്ടിൻ്റെ പേരിലും എൻ്റെ വ്യക്തിയുടെ പേരിലുള്ള സ്വാഗതവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിരിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരുണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ പാനലിലുള്ള ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക. പിന്നെ നമുക്കിവിടെ കുറേ കലാകാരെത്തിയിട്ടുണ്ട്. കലാകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പേര്, രക്ഷിതാക്കൾ, കുട്ടികൾ, അവരുടെ ബന്ധുമിത്രാദികൾ, പിന്നെ മേക്കപ്പുകാർ, ഓർക്കസ്ട്രക്കാർ, അങ്ങനെ തുടങ്ങി ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് പിന്നിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഒപ്പം തന്നെ എപ്പോഴും ഉള്ളവരുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും, ഈ നാട്ടിസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് നാട്ടിസുടെ പ്രവർത്തനത്തിലേക്ക് തുടർന്നു അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നമ്മുടെ അധ്യക്ഷൻ്റെ അഭാവത്തിൽ ഞാൻ തന്നെ ഓരോരുത്തരെ ക്ഷണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് നാട്ടിശ്രീയുടെ ഒരു ചരിത്രം നമുക്കറിയാം. 10-38 വർഷമായിട്ട് ജയശ്രീ ടീച്ചർ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഈ 38 വർഷമായിട്ട് വന്നു. നമുക്കറിയാം, നരിയാപുരം ജയശ്രീ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. നരിയാപുരം ജയശ്രീ ടീച്ചറിൻ്റെ വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ് ഈ സ്ഥാപനമായിട്ട് പന്തളമായിട്ട്. കാരണം നരിയാപുരം കഴിഞ്ഞിട്ട് അടൂർ ക്ലാസ് തുടങ്ങി, അടൂരിൽ നിന്ന് പന്തളത്ത് വന്നു, പത്തനംതിട്ടയായി, അങ്ങനെ ഒട്ടനവധി ക്ലാസ്സുകൾ തുടങ്ങി. മക്കൾ 2 പേരും പഠിച്ചു. ഒരാൾ RV കോളേജിൽ നിന്ന് ഭരതനാട്യമേ മോഹിനിയാട്ടമേ ഒക്കെ എടുത്തു. അവരിപ്പം മോഹിനിയാട്ടം സുഗത ടീച്ചറിൻ്റെ അടുത്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കലാക്ഷേത്ര അഞ്ജുഷ കിഷോർ ഇളയ മകൾ കലാക്ഷേത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സിംഗപ്പൂരിൽ ഒരു ഫൈൻ ആർട്സ് സ്കൂളിൽ ജോലി ചെയ്തു. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നതൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് പറയുന്നു. അടുത്ത് സംസാരിക്കാൻ വരുന്നവർക്കുള്ളൊരു അറിവോടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ ദുബൈയിൽ സെറ്റിൽഡാണ്. അങ്ങനെ ഓൺലൈനിൽ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റന്നാൾ 17-ാം തീയതി ഹൈദരാബാദിൽ പ്രോഗ്രാം ഒരു കുട്ടിയുടെ അരങ്ങേറ്റമുണ്ട്. അങ്ങനെ കുറേ ഈ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ
അമ്മ ഡാൻസ് അല്ലെങ്കിൽ കലയായിട്ട് നടക്കുന്നതുകൊണ്ട് കുട്ടികളും സ്വാഭാവികമായിട്ടും അതിലേക്ക് കിടക്കും. ഇപ്പം തന്നെ ഞാൻ പറയുകയായിരുന്നു, നമ്മുടെ വരജി ടീച്ചറിൻ്റെ മകളും അതേ പാത തന്നെ വിട്ടുകൊണ്ട് പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെ കലയായിട്ട് ബന്ധപ്പെട്ടവർ അതിനകത്തേക്ക് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാനൊരു ബുദ്ധിമുട്ട് വരുന്നത് സ്വാഭാവികമാണ്. അത് കൊണ്ട് നടക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ജയശ്രീ ടീച്ചർ ഈ 38 വർഷമായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. ജയശ്രീ ടീച്ചറിൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ട് പഠിപ്പിക്കുന്നത്, ആർമി പഠിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ മഞ്ജുണ്ട്. അവർ അവരുടെ വിവാഹം കഴിഞ്ഞ് അവരും അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചറെ സഹായിക്കാൻ അടുത്ത ഒരു ഗ്രൂപ്പ് വന്നു. അങ്ങനെ ഒരു വലിയ ശിഷ്യ സമ്പത്ത് ടീച്ചറിനുള്ളതുകൊണ്ട് തൽക്കാലം ടീച്ചർ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ടീച്ചറിനൊപ്പം ധാരാളം പേര് നിൽക്കുന്നതുകൊണ്ട് ആ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെ സന്തോഷവും ഒക്കെ തന്നെ ടീച്ചറിന് കിട്ടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ടീച്ചറിന് ഈ ഒരു വിദ്യാലയം നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇതുവരെ ഒരു തടസ്സമായിട്ടുണ്ടായിട്ടില്ല. ഒട്ടനവധി കുട്ടികൾക്ക് നമുക്കറിയാം, ഒരു ഡാൻസ് സ്കൂളാകുമ്പോൾ കലാപരമായിട്ടുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ വളർത്തിയെടുക്കുക. പിന്നെ നമുക്കറിയാം ഈ മത്സര രംഗത്തേക്കുള്ള കാര്യങ്ങൾ, ഹയർ സ്റ്റഡി ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും ടീച്ചറിൻ്റെ ഒരു മേൽനോട്ടം കിട്ടുന്നതിനാൽ എല്ലാ കുട്ടികൾക്കും പേരൻസിനും വളരെ സ്നേഹത്തോടെ യാതൊരു കാണുന്ന ഒരു വ്യക്തിത്വമാണ് ജയശ്രീ ടീച്ചർ എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഉദ്ഘാടന സമ്മേളനത്തിനായിട്ട് എത്തിച്ചേർന്ന ടീച്ചറിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് ടീച്ചറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ കൂടി ഞാൻ ഈ ഉദ്ഘാടനത്തിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ഗുരു നാട്യവിശാരദ ശ്രീമതി അനുപമ മോഹൻ ടീച്ചറാണ്. ടീച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഈ കുറച്ച് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ട് ഈ തിരികൊളുത്തി നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും കൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ടീച്ചറിനെ ആദരവോടുകൂടി നമുക്കിത് സ്വാഗതം ചെയ്യാം.